ചെറുപ്പമായിട്ടിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? അപ്പം ചെറുപ്പമായിട്ടിരിക്കുന്നതിൽ നമ്മുടെ സ്കിന്നിനാണ് ഏറ്റവും പ്രധാന പങ്ക്. ചുളുക്കങ്ങൾ ഉണ്ടാകാതിരിക്കുക, സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് എല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ തന്നെ ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം ചില ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് പപ്പായ അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ ചില ബ്ലൂബെറീസ്, കിവീസ്, ആപ്പിൾസ്, പല ഫ്രൂട്ട്സും ഇൻഫാക്റ്റ് നമ്മുടെ ഈ അനാറ് അല്ലെങ്കിൽ പേരയ്ക്ക ഒക്കെ തന്നെ ആൻറ്റി ഏജിങ് ഫ്രൂട്ട്സിൽ പെടുന്നതാണ്. അതിൽ വിറ്റമിൻ എ, ഇ പോലെയുള്ള പല നല്ല വൈറ്റമിനുകളുണ്ട്. ആൻതോസൈനിൻ, ലൈക്കോപ്പീൻ ഒക്കെ പോലെ ചില ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. തൊലിക്ക് പ്രായമാവാതിരിക്കാൻ സഹായിക്കുന്ന ചില ലവണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിലൂടെ നമുക്ക് കിട്ടുന്ന ജലാംശം വളരെ പ്രധാനമാണ്. നമുക്കറിയാം സ്കിന്നിനെ കുറിച്ച് ഒരുപാട് ബ്യൂട്ടീഷ്യൻസ് ഒക്കെ പറയുന്ന ഡീപ്പ് ഹൈഡ്രേഷൻ, അല്ലെങ്കിൽ ധാരാളമായിട്ട് അതിൽ ജലാംശം ഉണ്ടാകുക, അപ്പോഴാണ് ആ ഇലാസ്റ്റിസിറ്റി ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ജലാംശം കിട്ടാനും ഫ്രൂട്ട്സ് സഹായിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മോഡറേഷനിൽ മിതമായിട്ട് അല്ലെങ്കിൽ ധാരാളമായിട്ടും ഒക്കെ തന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു മെനോപോസ് അടുക്കുന്ന സമയങ്ങളിൽ അല്ലെ മെനോപോസിനോടനുബന്ധിച്ച് ഒക്കെ ഇത്തരം ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഏജിങ്ങിനെ തടയാൻ സഹായിക്കും. പിന്നെ നമുക്ക് ബോട്ടോക്സ് പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ അതല്ലാതെ നാച്ചുറലി തന്നെ ഏജിങ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഭംഗി നിലനിർത്താനും നമുക്ക് ഈ ഫ്രൂട്ട്സ് സഹായിക്കും.